ഗൈസ് ഇതാണ് മലേഷ്യൻ കോലാലംപൂർ ഡ്യൂട്ടി ഫ്രൈ. നമ്മൾ മലേഷ്യൻ സിം. അപ്പോൾ നമുക്ക് ഈ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ കിട്ടും കേട്ടോ. കാര്യം നമ്മൾ മലേഷ്യയിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പിന്നെ നമുക്കപ്പോൾ ഈ ബ്രോ നമുക്ക് കാറും കാര്യങ്ങളെല്ലാം എടുത്തു തന്നു. ഇവിടെ 77 പൗണ്ടിന് നമുക്ക് കാർ കിട്ടി. പക്ഷെ ഗ്രാബ് കാർ Grab car 65 ringgit, not included toll. So will be toll also 80 ringgit. ഹായ് ഫ്രണ്ട്സ്, അബീസിയുടെ പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു മലേഷ്യൻ ട്രിപ്പ് പോവാണ്. അപ്പം നമ്മൾ പോകണം മുണ്ടക്കയത്തു നിന്നാണ്. അപ്പം എല്ലാവരും ചോദിച്ചു മലേഷ്യൻ ട്രിപ്പ് ചെയ്യുമ്പം ഒത്തിരി യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിശ്വസിക്കുമോ 800 രൂപയ്ക്ക് ഒരു ദിവസം മലേഷ്യയിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന റൂം. അപ്പം ഞാൻ നമ്മുടെ ടിക്കറ്റ് എടുത്തതാണെങ്കിലും റൂം ബുക്ക് ചെയ്തവരാണെങ്കിലും ഞാൻ അവരോട് തീർത്ത് പറഞ്ഞു നമുക്ക് ഭയങ്കര ചീപ്പിലായിട്ട് റൂം ബുക്കിംഗ് വേണം, പക്ഷേ സേഫും ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചാൽ നീ UK നിന്ന് തന്നെയാണോ വന്നതെന്നാണ് ചോദിച്ചത്. 800 രൂപയുടെ റൂമിൽ എടുക്കാനായിട്ട്. പക്ഷേ എന്തെങ്കിലും ഒരു ഡിഫറൻ്റ് ആയിട്ട് കാര്യം ഇപ്പോൾ ഒത്തിരി വ്ളോഗേഴ്സ്മാർ വീഡിയോ ഉണ്ട്. പക്ഷേ അവർക്കിടയ്ക്ക് റൂം റെൻറ്റ് നോക്കുമ്പോൾ ഒരു ദിവസം തന്നെ 6000 8,000. അപ്പോൾ എല്ലാവർക്കും ഒന്നും അഫോർഡബിൾ ആവില്ല. അപ്പോൾ നമ്മൾ 4 ദിവസം പോവാണ്. നമുക്ക് ടിക്കറ്റ് കിട്ടിയത് 16,000 രൂപയാണ്. അതിൻ്റെ എല്ലാ വിശേഷങ്ങളും അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെയായിരിക്കും. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇപ്പോൾ ഇന്ന് നമ്മൾ പോകണം മുണ്ടക്കയത്തു നിന്നാണ്. പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് ട്രിവാൻഡ്രമാണ്. മുണ്ടക്കയം ടു ട്രിവാൻഡ്രം ഏകദേശം 3-3.5 മണിക്കൂറാണ്, ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ എന്താണെങ്കിലും ഇനി നമുക്ക് ബാക്കി പോണ വഴിക്ക് ഇങ്ങനെ പറയാം. ഓക്കെ. അപ്പോൾ എൻ്റെ ഒപ്പം ട്രിപ്പിന് തന്നെ നമ്മുടെ അഫ്സലാണ്. ഞാനും അഫ്സലും 9ാം ക്ലാസ്സിൽ വെച്ചുള്ള ഫ്രണ്ട്സാണ്. അതായത് 8ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ച സ്കൂളിൽ നന്നായിട്ട് പഠിച്ചുകൊണ്ട് അവർ പറഞ്ഞു ഈ സേവനത്തിന് പെരുത്ത് നന്ദി, ഇനി വേണമെങ്കിൽ ഇവിടുന്ന് പോയിക്കോളാൻ പറഞ്ഞ് അങ്ങനെ ഈരാറ്റുപേട്ട അൽമനാറിൽ ഞാൻ പഠിക്കാൻ പോയി പോലുള്ള ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ്. അന്ന് എനിക്ക് തോന്നുന്നു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എത്ര വയസ്സുണ്ട് നമുക്ക്? 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 16 വയസ്സല്ലേ? അല്ല അത് കുഴപ്പമില്ല പറ. ഏകദേശം 17 വർഷമായിട്ട് നമ്മൾ പരിചയമാണ്. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഞങ്ങൾ ഒന്നിച്ചു പോകണം. നമ്മൾ ഇന്ത്യയുടെ അകത്ത് മൈസൂർ, തമിഴ്നാട് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണത്. ഓക്കെ, അത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പണ്ട് പോലെ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പോകണമെന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് പടച്ചോൻ വിചാരിച്ചത് പോകാനൊരു ഇത് ഒത്തു കിട്ടി. അപ്പോൾ ഞങ്ങൾ പോവാണ്. 4 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ എന്താണെങ്കിലും ഒരു നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ നാട്ടിലെ കുറച്ച് റോഡുകൾ ഇനി നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മൾ UK വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞിട്ട് വണ്ടി ഓടിക്കാൻ തന്നെ ഇല്ല കേട്ടോ. പറയണത് UK ഡ്രൈവിങ് UK വെച്ചാൽ മതി എന്ന് പറയണം. KSRTC ബസ്സൊക്കെ കാണുമ്പോൾ വൈറ്റ് ചെയ്തൊരു ആന്തലിക്ക് പോടും. ഒരു നോട്ടമില്ല. നമ്മൾ നാടിനെ മോശപ്പെടുത്തി പറയണല്ല കേട്ടോ. പക്ഷെ അല്ല ഒരിക്കലും അല്ല. ഫുള്ള് വളവ് തിരിവാണ്. ഇവൻ പറയണ കുമ്പിളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവും. എരുമേലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവുന്നതാണ് ഇവൻ പറയണ. അപ്പം നമ്മൾ ആദ്യമായിട്ട് തിരുവനന്തപുരം ലുലുവിലൊന്ന് പോവാണ്. കാര്യം തിരുവനന്തപുരത്ത് ലുലു വന്നേ പിന്നെ ഇന്നേ വരെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മളൊന്ന് ലുലുവിൽ പോവാണ്. അപ്പം നിങ്ങളെയും കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, മെയിനായിട്ട് തിരുവനന്തപുരം ലുലുവിൽ നമ്മൾ പോണതിൻ്റെ വേറൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറൻസി നമ്മളിപ്പം ഇവിടെ മൊത്തം നോക്കിയിട്ട് നമുക്ക് കിട്ടാനില്ല. അപ്പോഴാണ് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിടാ ലുലുവിലുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ രാത്രി 9:30 വരെ സെറ്റാണ്, അവിടെ കറൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവിടെ പോയി കറൻസി എടുക്കാം. അപ്പോൾ അതെവിടെയാണ് ലുലുവിടെ കറക്റ്റ് എവിടെ ചെന്നാലാണ് വാങ്ങണം അതെല്ലാം ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് കാണിച്ചു തരാം. ഇത് നമ്മുടെ തിരുവനന്തപുരം ഒന്ന് കണ്ടോ കേട്ടോ. തിരുവനന്തപുരത്തെ ട്രാഫിക്കും കാര്യങ്ങളും. തിരുവനന്തപുരത്തെ റോഡൊക്കെ അടിപൊളിയല്ലടാ. അതെയാ, ശരി, ഭയങ്കര സെറ്റപ്പ് കേട്ടോ. പക്ഷെ ട്രാഫിക്കാണ് ഇവിടുത്തെ ഏറ്റവും മോശം. ആരെങ്ങോട്ടാ പോണേന്ന് അവർക്ക് തന്നെ വലിയ പിടുത്തമില്ല. ഇങ്ങനത്തെ ഒരു ബോർഡൊന്നും നമുക്ക് UK കാണാൻ പറ്റൂല. അങ്ങനെ അഫ്സലും ആദ്യമായിട്ടാണ് കേട്ടോ ലുലു കാണാൻ. അതിൻ്റെ എക്സൈറ്റ്മെന്റ് അവരുടെ മുഖത്ത് കാണാനുണ്ട്. വാവ്, ഇതേ കണ്ടോ, ഒരു പുച്ഛം ഉണ്ട് കേട്ടോ ഗായ്സ്. തിരുവനന്തപുരംകാർക്കുടെ ലുലുവിൽ ഇവർക്കൊരു പുച്ഛം. ചേട്ടാ ലുലു പോവാൻ റോഡാണോ? ഇതിവിടെ പോകാലോ അല്ലേ? ആ ഓക്കെ. ചേട്ടൻ നമുക്ക് വഴി പറഞ്ഞു. അയ്യോ, ചേട്ടനെ കാണിക്കാൻ പറ്റില്ലല്ലോടാ. ചേട്ടൻ്റെ വീട്ടിൽ പോയി. നീ എന്തും മനുഷ്യനടേ, ഒരാൾ വഴി പറഞ്ഞു. ഓഹ്, ആ വഴി ചോദിച്ചപ്പോ എനിക്കൊരു വല്ലാത്ത സന്തോഷം അവസല്ലേ. UK നമുക്ക് ഇത് ഫീൽ ചെയ്യാൻ പറ്റൂല. ഒത്തിരി പേരുണ്ടോ ഇടയ്ക്കിടയ്ക്ക് സന്തോഷം എടുക്കാന്ന്. ചിലപ്പോ ആ ചേട്ടൻ വണ്ടി പിടിച്ച് അവിടെ വരുമ്പോ നിന്നോടല്ലടാ കുറച്ച് മുമ്പ് ഞാൻ വഴി പറഞ്ഞത്. പൊന്നേ
ചേട്ടാ കൊല്ലോ ഒരു ഒരു മര്യാദ ഉണ്ട്. ഓ എന്ത് വിശാലമായ പാർക്കിംഗ് ആണ്. എറണാകുളത്തേനൊക്കെ വലിയതല്ലേ? ഏരിയ ഉണ്ടെന്ന് ഇഷ്ടംപോലെ. ശരി കേട്ടോ, ഓക്കെ ബൈ. ആണല്ല, കറൻസി മാറുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തോരം കാശുണ്ടെങ്കിൽ അന്നേരം തന്നെ മാറണം കേട്ടോ. കാര്യം അഫ്സൽ വെളിയിലോട്ട് പോയപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇരുന്ന ഒരു 20,000 രൂപ മാറി, കാറ് റെസിപ്റ്റ് എല്ലാം കിട്ടി. അത് കഴിഞ്ഞ് അഫ്സൽ പറഞ്ഞു എടാ അന്ന് എൻ്റെ ഈ 5,000 രൂപയുടെ എടുത്ത് മാറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ഇനി നിങ്ങൾ മാറണം മണ്ടത്തരാണ്, കാര്യം ഇനിയും 250 രൂപ എക്സ്ട്രാ ചാർജ് പിടിക്കും. അപ്പം ഇത് നിങ്ങൾ ഓർത്തോ, മാറണ്ടെങ്കിൽ ഒറ്റ തവണ മാറുക, എന്തോരം മാറിയാലും 250 രൂപയാണ് ഫീസുള്ളൂ. ഓക്കെ, പുള്ളി അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ലുലു മാൾ കണ്ടിട്ട് പോവാം. ലുലുയുടെ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ എടുത്തോളൂ. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ കറൻസി ചേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ നമ്മൾ കറൻസി ചേഞ്ച് ചെയ്തു. ഇനി നമ്മൾ വണ്ടിയിലോട്ട് പോവാണ്. ദേ കാണുന്നതാണ് ഇനി എയർപോർട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് ഓർത്ത്. അപ്പോൾ നമ്മുടെ ട്രാവൻകൂർ കഫേ കയറി ഒരു ചായയും കുടിച്ചു. പിന്നെ ഇവിടേക്കും വരുമ്പം UK നിന്ന് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. പിന്നെ ഇവിടേക്കും വന്ന് നിന്ന് സിഗരറ്റ് വലിക്കാൻ നിൽക്കരുത്. ഇവിടെ എല്ലാം ഫൈൻ അടച്ച് കിട്ടും. 200, 300, 500 എല്ലാം ഫൈൻ അടച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ചെറിയ ഇൻഫർമേഷൻ, വേറെ ഒന്നുമല്ല. ഇവിടുത്തെ ചായ അടിപൊളിയാണ്, പിന്നെ കടികളും അടിപൊളിയാണ്. അതുകൊണ്ട് മാത്രം ഒന്ന് വീഡിയോ പറഞ്ഞെന്നുള്ളൂ. തിരുവനന്തപുരത്ത് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചേട്ടനെ വിളിച്ചാൽ മതി. ചേട്ടൻ്റെ വണ്ടി സർവീസ് പക്കയാണ്. ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. നമ്മുടെ ഒരു ഫോണിൻ്റെ ഒരു ഇത് അതെല്ലാം ചേട്ടൻ പക്കയായിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് തന്നു. പിന്നെ അതേ നമ്മളെ കോഫി കുടിക്കാൻ വേണ്ടി ട്രാവൻകൂർ കഫേയിൽ കൊണ്ടുവന്നു. അതാണെങ്കിൽ ഒരു സ്വന്തം കടയാണ്. ഇവിടെ വന്ന് ചേട്ടൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടും നമുക്ക് തീർച്ചയായും. ചേട്ടാ ഇതിപ്പോൾ നമുക്ക് എത്ര മിനിറ്റ് എയർപോർട്ടിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റണ? ഒരു 10 മിനിറ്റ് അല്ലേ? ആ 11ാമത്തെ മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ വരും? 200 രൂപ വരും അല്ലേ? UK നമുക്ക് ആദ്യത്തെ 10 മിനിറ്റ് ഒരു 5 പൗണ്ട്, അതായത് 500 രൂപ. അത് കഴിഞ്ഞ് 1 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ 25 പൗണ്ട്, 2500 രൂപ. 1 പൗണ്ട് ഈസിക്കൽ ടു 115 ഇന്ത്യൻ മണിയാണ് നമുക്ക് വരുന്നത്. 10 മിനിറ്റിൽ 5 പൗണ്ട്, അതായത് അത് കഴിഞ്ഞ ഫൈനാണ് 25 എന്ന് പറയണത്. ഞാനിപ്പം ഈ അടുത്ത് അടച്ചോളൂ. നമ്മുടെ റൂംമേറ്റിനെ കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ പോയി സെൽഫി ഒക്കെ എടുത്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞപ്പോൾ 11 മിനിറ്റ് ആയിപ്പോയി. ആ ഡ്രോപ്പ് ഇപ്പോൾ പിന്നെ സങ്കടമുള്ള കാര്യമായതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് പരിപാടി എടുത്തു. പിക്ക് ചെയ്യുമ്പോൾ പിന്നെ അവിടെ നിന്ന് കെട്ടിപ്പിടിച്ചു. എറണാകുളത്തിനൊക്കെ വലിയ എയർപോർട്ട് ആണോ? അല്ല, പക്ഷെ ലുലു തിരുവനന്തപുരം സെറ്റപ്പ് ഇല്ല അല്ലേ? കുഴപ്പമില്ല, നല്ല തിരക്കുണ്ടല്ലോ കേട്ടോ അതിൻ്റെ അകത്ത്. ആ റഷാണ്, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മാൾ ഓഫ് ട്രാവൻകൂർ അല്ലേ? പക്ഷെ അതൊന്നും വെളിയിൽ നിന്നുള്ളവർക്ക് അറിയില്ല കേട്ടോ. ചേട്ടന് ഇപ്പൊ തിരുവനന്തപുരം ആയതുകൊണ്ടാണ് അറിഞ്ഞത്. ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല. അതല്ലേ? 2-3 വർഷമല്ലല്ലോ, അത്രേ ഉള്ളൂ അല്ലേ? ചേട്ടന് ഊബർ ഒരു ദിവസം ഓടി എത്ര രൂപ കിട്ടുന്നുണ്ട്? ഒരു നൈറ്റ് ഓടിക്കഴിഞ്ഞാൽ ഒരു ദിവസം 2500 ഓടി നമുക്ക് 2500 കിട്ടുമോ? 2000 കൈ കിട്ടൂല ഒരു ദിവസം 2000. അപ്പൊ 5 ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ 10,000 രൂപ. അതും എടുക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ UK നിർത്തിയിട്ട് പിന്നെ കേട്ടോ ഫാമിലിയുടെ ഒപ്പം നിൽക്കുകയും ചെയ്യാം. അപ്പം എന്നാണെങ്കിലും ചേട്ടനെ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. അപ്പം ചേട്ടന് ഈ ഊബർ ഓടുന്നതിനെ പറ്റി നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യണം. പാവപ്പെട്ട ജനങ്ങൾ ഊബർ ഓടി ജീവിക്കട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ എൻട്രി. അഫ്സല നീ ആ ഫ്ലൈറ്റ് ടിക്കറ്റിലൊന്ന് നോക്കുമോ? നമ്മുടെ D1 തന്നെയാണ് അറൈവൽ. അഫ്സലിനെ പോലെ ഒരു ബുദ്ധിമാനുള്ളതുകൊണ്ട് കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആവേണ്ട കാര്യങ്ങൾ നല്ല ബുദ്ധിമുട്ടി പോയിക്കൊണ്ടിരിക്കുക. അവനെന്തോ ബുദ്ധിപരമായിട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് തോന്നി. എടാ ഒന്ന് നോക്കട്ടാ. ടു ഡു ഓൺലൈൻ ചെക്കിംഗ് ഇൻ ട്രിവാൻഡ്രം എയർപോർട്ട്. ഓഫ് ബുദ്ധിമാനി എങ്ങനെയാ ഗൈസ്? അഫ്സൽ ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. അഫ്സൽ നോക്കിയിരുന്ന് ChatGPT ആണ്. നീ ഏതാ നോക്കിയത്? ജെമിനിയാ? ChatGPT നോക്കി ഓൺലൈൻ ചെക്കിങ് ചെയ്ത് പഠിച്ചു. ഇതൊക്കെ വളരെ സിമ്പിളാണ് അല്ലേ അഫ്സല? ഞാൻ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇടാ ഗൈസ്. എൻ്റെ പുറകിലിപ്പം
കറൻസി എക്സ്ചേഞ്ച് ഉണ്ട്. ഞാൻ ജസ്റ്റ് ചുമ്മാ അവിടെ കയറി ചോദിച്ചു. ഞാനിപ്പം നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലുയുടെ പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല, ലുലുവിന് നമ്മൾ 20,000 രൂപ കൊടുത്തപ്പം എനിക്ക് 950 മലേഷ്യൻ റിങ്കറ്റ് കിട്ടി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ചുമ്മാ പോയി ചോദിച്ചു നോക്കി, ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ എന്ന് ചോദിച്ചു. അപ്പം ഇവർ പറഞ്ഞത് 20,000 രൂപയ്ക്ക് 880 സംതിങ്, അതായത് 876 ആ ഒരു റേഞ്ചാണ് ഇവർ പറഞ്ഞത്. ഇൻ്റർനാഷണൽ നമ്മൾ മലേഷ്യൻ സിം. അപ്പോൾ നമുക്ക് ഈ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ കിട്ടും കേട്ടോ. കാര്യം നമ്മൾ മലേഷ്യയിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മല്ലു മെക്കാനിക്ക് കൃഷ്ണദത്ത് പറഞ്ഞപ്പോഴും അവൻ പറഞ്ഞ ഏകദേശം നമുക്ക് 2,500 രൂപ 3,000 രൂപ വരും എന്ന് പറയണം. അപ്പോൾ ഇത് 14 ദിവസത്തേക്ക് നമുക്ക് 1000 രൂപയാണ്. പിന്നെ 5 ദിവസത്തേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞു. അൺലിമിറ്റഡ് ആയിട്ട് 4 ഡിവൈസ് വരെ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാം. പക്ഷേ കോൾസ് ഇല്ല, ബാക്കിയെല്ലാം സെറ്റാണ്. 1000 രൂപ ഉള്ളൂ. നമുക്കിതിന് എന്തൊക്കെയാണ് ബ്രോ കൊടുക്കേണ്ടത്? അതിൽ പാസ്പോർട്ട്, ബോർഡിംഗ് പാസ് വേണ്ടത്. ഒരു 10-15 തന്നെ സിം ആക്റ്റീവ് ആവും. സിം ആക്റ്റീവ് ആവും അല്ലേ? നമുക്ക് ജസ്റ്റ് പാസ്പോർട്ടും ബോർഡിംഗ് പാസും മതി. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ യൂറോപ്പിലോട്ടേക്ക് ആണെങ്കിലോ? യൂറോപ്പിലേക്കാണെങ്കിൽ 2,300 സംതിങ്ങാണ് സ്റ്റാർട്ടിങ് പ്ലാൻ വരുന്നത്, അൺലിമിറ്റഡ് ആയിട്ട്. അൺലിമിറ്റഡ്. അപ്പോൾ എത്ര ദിവസം അത്? 14 days വാലിറ്റി. എല്ലാം 14 ദിവസമല്ല കണക്ക്? 20 days വാലിറ്റി ഉണ്ട്. അത് 3,000 സംതിങ്ങാണ്. അത് 3,000. അതിലൊന്നും കോളില്ലല്ലോ? കോളുണ്ടോ? കോളിംഗ് അൺലിമിറ്റഡ് ആണ്. പിന്നെ ഇന്ത്യൻ കോൾ 200 മിനിറ്റ്സ് ആണ്. ഡാറ്റ 15 GB ആണ്. ഡേറ്റ 15 GB ആണോ അല്ലേ? ഓ അൺലിമിറ്റഡ് പറഞ്ഞ പ്ലാൻ ആണെങ്കിൽ 5,310. ഓക്കെ. ഈ UK യോ? UK 2,360 സ്റ്റാർട്ടിംഗ് പ്ലാൻ. 2,360 അല്ലേ? 14 ദിവസം അൺലിമിറ്റഡ് നെറ്റ് ഉണ്ട്. നെറ്റ് 15 GB. കോളിംഗ് ഉണ്ട്. കോളിംഗ് ലോക്കൽ അൺലിമിറ്റഡ്. ഇന്ത്യൻ 100 മിനിറ്റ് കോളുണ്ട്. 100 ഇന്ത്യൻ 100 മിനിറ്റ് ലോക്കൽ അൺലിമിറ്റഡ് ഉണ്ടല്ലേ? ഓക്കെ. ഓ, ഇത് നല്ലൊരു ഇൻഫർമേഷനല്ലോ. ഈ 360 നമ്മുടെ അവിടെ ഉണ്ടോ? കൊച്ചിൻ അവിടെ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? നെടുമ്പാശ്ശേരിയിലുണ്ടോ? ഇതില്ലല്ലോ. ഇല്ല അല്ലേ? ബാക്കി എല്ലാ റിപ്പോർട്ടിലും ഉണ്ട്. കോഴിക്കോടുണ്ട്, പിന്നെ കണ്ണൂരുണ്ടോ? കണ്ണൂരും കോഴിക്കോടേക്ക് ഇവരുടെ സർവീസ് ഉണ്ട്. അഫ്സലെ നോക്കിയേ, നമുക്ക് തുടക്കം തന്നെ സിം എടുത്ത് ഇതിനും വഴിക്ക് ഇവിടെ കിടന്നുറങ്ങണം. എനിക്കിപ്പോൾ ഇവിടെ ഒന്ന് രാവിലെ ആയത് കണ്ടന്റ് ആയത്. ഏതാ അവിടെ? ഗൈസ്, ഇതാണ് മലേഷ്യൻ കോലാലംപൂർ ഡ്യൂട്ടി ഫ്രൈ. അതെന്തോ ഒരു ആപ്പാട്രാ. ക്രാബ് കഴിക്കാം. കാശി കൂടുതൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഫൈൻ അടയ്ക്കണം. കണ്ടോ? 10,000 US ഡോളർ. ഏതാ? നമുക്ക് പണിയാവും. പിന്നെ നമുക്ക് ഇത്രയും കുറച്ച് കൊണ്ടുപോയി പണിയാവും. എങ്ങനെ നിങ്ങൾ ജീവിക്കും? ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ആയിരിക്കും അവരുടെ ചോദ്യം. നമ്മളപ്പം അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി. അപ്പം നമ്മൾ വിളിക്കാൻ ആരെങ്കിലും കാണുമോ? നീ എന്നെ വിളിക്കില്ല, നിങ്ങൾ വിളിക്കും. ടാക്സി വെയിറ്റ് ചെയ്യും. ഏത് ടാക്സി? സനീഷ്. നാട്ടിൽ നിന്ന് കറൻസി മാറണോട്ടോ. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ തൊട്ട് ഈ പുറകെ ചോദിച്ചപ്പോൾ എത്ര അവസല? 25 രൂപയ്ക്ക് ഒരു റിങ്കറ്റ് അല്ലേ? നമുക്ക് നാട്ടിൽ കിട്ടിയത് 20.70 ഒരു റിങ്കറ്റാണ് കിട്ടിയത്. ഓക്കെ കേട്ടോ. വന്നിറങ്ങുമ്പോൾ തന്നെ ഫുള്ളും പൊരിച്ചതും കറങ്ങണ കോഴിയും എല്ലാം ഉണ്ട്. പിന്നെ എച്ചാൻ്റെ അമ്മ. നമ്മളിപ്പോൾ വന്നിറങ്ങിയത് സമയം 8:30 എന്നിട്ട് തന്നെ എല്ലാം ഓപ്പണാണ്. ഓൾമോസ്റ്റ് എല്ലാം ഓപ്പണാണ്. മലേഷ്യൻ കണക്ട്. പക്ഷെ നമുക്ക് സിമ്മിന് ചതി പറ്റി ഗായ്സ്. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് നമ്മളെ ക്രൂരമായി ചതിച്ചു കളഞ്ഞു അയാള്. எத்தனை கிலோமீட்டர் தருமா? எனக்கு தெரிஞ்சு 12.25 18 കിലോമീറ്റർ. കിലോമീറ്ററിന് 100 രൂപ വെച്ചാണ്. അപ്പൊ ബസ് കിടക്കും. பஸ் அங்க போகாதுங்க, டாக்ஸி தான் போகும். ബസ് அங்க போகும்ல, பஸ் ஸ்டாண்டுக்கும் போகாது. சொன்னா கேளுங்க. ஸ்பெஷல் வண்டியா? 85 சொல்லி இப்படிக்கா கொடுக்க போறீங்க, நாளைக்கு அப்படிக்கா வரப்போகுது. ஏறி போங்கண்ணே. எவ்வளோ நேரம் நின்று ടാക്സി ബുക്ക് ചെയ്യാൻ പോവാം. இந்தியாவுல பெரிய ப்ளாகர். இல்ல அப்படி இல்ல ப்ரோ, சின்ன வ்ளாகர். உங்களை இன்ட்ரோ பண்ணலாம். போட்டோ எடுத்துக்கங்க. போட்டோ இல்ல ப்ரோ, வீடியோ தான். ஓ, வீடியோ எடுக்கிறீங்க. என் பேரு தஸ்வின் ஃப்ரம் மலேசியா. அப்ப தமிழ் இப்படி நல்லா பேசுதா? மலேசியால வரும்னா எங்க அம்மா அப்பாலாம் தமிழ். எந்த ஊரு? இங்க தான், மலேசியா. ஊர்லாம் இல்ல இங்க. ஓகே. மலேசியால தமிழ் இருக்கா? மலேசியால தமிழ் தானே பாதி பேர். தமிழவங்கலாம் தமிழ் தான் பேசுவாங்க. ஓகே ப்ரோ, யூ ஆர் ஆல்சோ இன் யூடியூப் ப்ரோ நவ. ப்ரோ, உங்களை படத்துல எடுத்தாச்சு, இனியாவது டிஸ்கவுண்ட் கொடு. நான் கண்டிப்பா வருவேன். என்ன படம் மட்டும் சொல்லுங்க. அபிஸ் யூகே சேனல். ஓகே கண்டிப்பா வரேன்.
ഇത് ഫൈനൽ റേറ്റാ ബ്രോ? இதுதான் ஃபைனல் ரேட்டுண்ணே. இது ஏன்னா ஆக கடைசி இதுதான் കടസി கடைசி. അഫ്സലാന്നാ എടുത്താലോടാ എന്നാ പിന്നെ. ഓക്കെ ஓகே എടാ പേയ്മെന്റ് അടച്ചോ? ഇതിലിപ്പോ മട്ടനായിരുന്നു, പിന്നെ ഉണക്കമീനൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ഇത് ഇവരുടെ ഒരു ട്രഡീഷണൽ ഫുഡാണ്. പിന്നെ ഇവിടുത്തെ ചായ ആണെങ്കിലും അത്യാവശ്യം നല്ല ചായ. പിന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ, ഇത് മലേഷ്യൻ ട്രഡീഷണൽ ഫുഡാണ്. അപ്പോൾ ഇനി ഇവിടെ വന്നിട്ടും പൊറോട്ടയും ചിക്കനും മസാല ദോശ തിന്നണ്ടല്ലോ എന്ന് ഓർത്ത് മലേഷ്യൻ ട്രഡീഷണൽ ഫുഡ് പറഞ്ഞതാണ്. റേറ്റ് വന്നത് നമ്മുടെ നാട്ടിൽ 190 രൂപ അല്ലേ? 200 രൂപ. പിന്നെ നമുക്കപ്പോൾ ഈ ബ്രോ നമുക്ക് കാറും കാര്യങ്ങളെല്ലാം എടുത്തു തന്നു. ഇവിടെ 77 പൗണ്ടിന് നമുക്ക് കാർ കിട്ടി. പക്ഷെ ഗ്രാബ് കാർ Grab car 65 ringgit, not included toll. So will be toll also 80 ringgit or 75, something like that. ഇതാണ് കേട്ടോ കാറ്. Go to counter one. കൗണ്ടർ 1 കാര്യങ്ങളെടുത്തു. 77 പൗണ്ടിന് ഗ്രാബ് പറഞ്ഞു. ഒരു സ്ഥലത്ത് 85, ഒരു സ്ഥലത്ത് 108, ലാസ്റ്റ് 77 ഗ്രാബ് കിട്ടി. മലേഷ്യ ചീപ്പാന്നല്ല. നമ്മുടെ ഡ്രൈവർ ഇതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊന്നുമല്ല നമ്മുടെ കാറ്. നമ്മുടെ കാറ് ദാ കിടക്കണ കാറ്.